നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. റിപ്പോർട്ടർ ബിഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങി ജി സുധാകരൻ. നാളെ വാർത്താ സമ്മേളനം നടത്തി തീരുമാനം പ്രഖ്യാപിക്കും. ജി സുധാകരനെ അനുനയിപ്പിക്കാനുള്ള CPIM നേതൃത്വത്തിന്റെ അവസാനവട്ട ശ്രമവും ഫലം കണ്ടില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെ നേതാക്കൾ നേരിട്ടെത്തി ചർച്ച നടത്തിയെങ്കിലും ജി സുധാകരൻ വഴങ്ങിയില്ല. പാർട്ടിക്കെതിരെ ഒന്നും പറയില്ലെന്ന് സുധാകരൻ നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനീഷ്, അവസാന നിമിഷം വരെയും അനുനയത്തിന് CPIM നേതാക്കൾ ശ്രമിച്ചു, പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഉറച്ച നിലപാടിൽ ജി സുധാകരൻ തുടരുകയാണ്. നാളെ ആ പ്രഖ്യാപനം ഉണ്ടാകുമല്ലേ? നാളെ രാവിലെ 11 മണിക്ക് ജി സുധാകരന്റെ പുന്നപ്ര പറവൂര് വസതിയിൽ വെച്ചാണ് വാർത്താ സമ്മേളനം നിലവിൽ വിളിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ വെച്ച് ജി സുധാകരൻ മനസ്സ് തുറക്കും. അതിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന നിലപാട് ആ കാര്യം അറിയിക്കും. ഒപ്പം തന്നെ UDFന്റെ പിന്തുണ നിലവിൽ ലഭ്യമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ജി സുധാകരൻ പരസ്യമായി UDFന്റെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യം നാളെ പറയുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിലവിൽ UDFുമായി ചർച്ച നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നാണ് ജി സുധാകരൻ അറിയിക്കുന്നത്. നാളെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം പറയുമെന്നാണ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ഒപ്പം തന്നെ പാർട്ടിയിൽ തന്നെ തുടരണമെന്നും അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കരുതെന്നും നാളത്തെ വാർത്താ സമ്മേളനം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളടക്കം നേതാക്കൾ ഇന്ന് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി 20 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറല്ല. കമ്മ്യൂണിസ്റ്റായി തന്നെ തുടരും, പക്ഷെ പാർട്ടി മെമ്പർഷിപ്പിൽ ഉണ്ടാവുകയില്ല. ഒപ്പം തന്നെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. നാളത്തെ വാർത്താ സമ്മേളനം നടത്തും. പക്ഷേ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നേരത്തെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയില്ല എന്ന അഭ്യർത്ഥനയുടെ ഭാഗമായി തന്നെ അത് ഉണ്ടാവുകയില്ല എന്നാണ് ജി സുധാകരൻ അറിയിക്കുന്നത്. പക്ഷേ നാളെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എന്താകും, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. നിലവിൽ ജി സുധാകരനെ പിന്തുണയ്ക്കുന്ന ആരെങ്കിലും പാർട്ടിക്ക് അകത്തോ പുറത്തോ ഉണ്ടെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ UDF അവിടെ സ്ഥാനാർത്ഥി നിർണയ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തുന്നില്ല. ഇപ്പോൾ നിലവിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ അമ്പലപ്പുഴ ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിലാണ് ചർച്ച നടക്കുന്നത്. അമ്പലപ്പുഴയിൽ UDF ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുമെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറി UDFിനകത്തോ കോൺഗ്രസിന് ഉണ്ടാകുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ജി സുധാകരനെ കാണാനെത്തിയതിൽ അമ്പലപ്പുഴ MLA ഒപ്പം തന്നെ ആലപ്പുഴ MLA ആയിട്ടുള്ള PP ചിത്തരഞ്ജനും അമ്പലപ്പുഴ MLA HS ലാവും എത്തിയിരുന്നില്ല. ഇവർ രണ്ടുപേരൊഴികെ മുഴുവൻ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ വീട്ടിലെത്തി. ഇത് 2ാം തവണയാണ് ജി സുധാകരനെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുന്നത്. ആദ്യം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയാണ് ആദ്യം എത്തിയത്. ജില്ലാ സെക്രട്ടറി അംഗം ഹരിശങ്കറിനൊപ്പം ആദ്യം കൂടിക്കാഴ്ച നടത്തി. പക്ഷേ ഒരാഴ്ചയെ തുടരുന്ന ജി സുധാകരന്റെ മൗനമാണ്. ആദ്യം പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കുന്നില്ല എന്ന വാർത്ത റിപ്പോർട്ടർ പുറത്തുവിടുന്നു. പിന്നീടാണ് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രകോപനത്തെ സംബന്ധിച്ചും ജില്ലാ സെക്രട്ടറിയുടെ അവഗണനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നവമാധ്യമങ്ങൾ എഴുതിയത്. 5 വർഷക്കാലമായി ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണന, ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന് ഇത്തവണ സീറ്റുണ്ടോ എന്ന് മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ചോദിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരിഹാസ രൂപേണയുള്ള പ്രതികരണം ഒടുവിൽ ഇപ്പോൾ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ജി സുധാകരനെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ആ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മനീഷ് മഹിബാൽ റിപ്പോർട്ടർ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്.